ആറാട്ടി സംഘത്തിന് പരിക്കേറ്റ ആ സ്ഥലത്തേക്ക് തന്നെയാണ് കുങ്കിയാനയെ എത്തിച്ചിരിക്കുന്നത്. അതായത് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ ഊർജിതമാക്കാനുള്ള ഒരു നീക്കവുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. ആ മേഖല കൂടുതൽ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ സന്നാഹങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. നേരത്തെ പഞ്ചാരക്കൊല്ലി മേഖലയിലായിരുന്നു ഈ തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ആറാട്ടി സംഘാംഗത്തിന് പരിക്ക് പറ്റിയ മേഖലയിലേക്ക് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കി മുന്നോട്ട് നീങ്ങുന്നു. കുങ്കിയാനകളെ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന അറിയിപ്പ് അതിപ്പോൾ കുങ്കിയാനകളെ എത്തിച്ച് ഉള്ള ഒരു തെരച്ചിലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നിരവധി ആളുകളാണ് എന്തായാലും ഈ ആറാട്ടി സംഘത്തിന് പരിക്ക് പറ്റിയെന്നുള്ള വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ആനയെ അവിടെ ഇറക്കുന്നതിനുള്ള ഒരു ക്രമീകരണം കൈക്കൊള്ളുകയാണ്. കാട്ടിനുള്ളിലേക്ക് ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ആംബുലൻസിൽ പരിക്കേറ്റ ജയസൂര്യയുമായി ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. മറ്റുദ്യോഗസ്ഥർ കാട്ടിനുള്ളിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ആ കുങ്കിയാനയെ ഇപ്പോൾ ഇറക്കാനുള്ള ഈ സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുങ്കിയാനകളെ അങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ കുങ്കിയാനകളുടെ സാന്നിധ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ചെറിയൊരു സ്ക്രാച്ച് അല്ലേ. എല്ലാവർക്കും 2 യൂണിറ്റ് ഇല്ല, 1 യൂണിറ്റ് പോയില്ല. ഹലോ ഹലോ ആറാട്ടി അംഗം ജയസൂര്യക്കാണ് ചെറിയ പരിക്കേറ്റത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ജയസൂര്യയെ എത്തിച്ചിട്ടുണ്ട്. അവിടെ വലത്തെ കൈക്കാണ് പരിക്കേറ്റത് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ചികിത്സ ആരംഭിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കുങ്കിയാനകളെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ്. ഈ പ്രദേശം വരെ മാത്രമാണ് വാഹനങ്ങൾ പോവുക. ഇവിടെ ഇറക്കി അതിനുശേഷം കുങ്കിയാനകളെ ഇവിടെ ഇറക്കിയതിനു ശേഷം ഈ പ്രദേശത്തെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ക്യാബിലൂടെ ഇറങ്ങാൻ പറ്റുമോ? തിരിഞ്ഞോളൂ ജോസിന, കടന്നു പോവുക എന്നുള്ളത് ഒന്ന് കൃത്യമായി കടുവയെ ലൊക്കേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. കടുവ ഏത് ഭാഗത്തേക്കാണ് പോവുക എന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ എന്തായാലും ഈ സംഭവം ഇവിടെ കളക്ടറേറ്റിൽ യോഗം കൂടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഉന്നതതല യോഗം കളക്ടറേറ്റിൽ കൂടുകയാണ്. എന്താണ് ഇനി അടുത്ത നടപടി എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായി തന്നെ ചില വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ കുങ്കിയാന അവിടെ എത്തിക്കഴിഞ്ഞു. കുങ്കിയാനയെ പുറത്തേക്ക് ഇറക്കിയിട്ട് ഈ പറഞ്ഞ ഈ കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കുങ്കിയാന ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ജനത്തിന് കുറച്ചുകൂടി ആശ്വാസകരമാകുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറെ നിർണായകമായ നീക്കം തന്നെയാണ് എന്ന് സംശയമില്ല. 2 ദിവസം കൊണ്ട് കുങ്കിയാനകൾ ഇവിടെ എത്തുമെന്നുള്ള സൂചനകളുണ്ട്. എങ്കിലും ഇന്നാണ് കുങ്കിയാനയെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ അതിനെ ഇറക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ ആറാട്ടി സംഘാംഗത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അതിനുശേഷം ചികിത്സ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. വ്യക്തമാകുന്നതും അതുതന്നെയാണ്.
അല്പം സമയത്തിനകം മന്ത്രിമാരുടെയും മറ്റും ഈ വിഷയത്തിലുള്ള പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. അതിൻ്റെ ബ്രീഫിങ്ങും മറ്റുമുണ്ടാകും സ്വാഭാവികമായും. അതിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എന്തെങ്കിലും സ്ഥിരീകരണം, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും മറ്റും, ഏറ്റവും പുതിയ നീക്കങ്ങൾ എന്താണെന്ന കാര്യത്തിലും മറ്റും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ നമുക്ക് നാട്ടുകാരുടെ വലിയ സാന്നിധ്യമുണ്ട്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞയുണ്ട് എന്നറിയാം. പക്ഷേ നിരോധനാജ്ഞയെ വകവെച്ചും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന പശ്ചാത്തലമാണ് ഇവിടെയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. ഈ ഘട്ടത്തിൽ പോലീസിൻ്റെ വനംവകുപ്പിൻ്റെ കൂടുതൽ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ട്. RRT സംഘത്തെ അല്പം മുമ്പാണ് ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റും ചെയ്തത്. ഇവർ പുറത്തേക്ക് അല്പം മുമ്പാണ് വന്നതും. പക്ഷേ ഇപ്പോഴും ദൗത്യം തുടരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 80 അംഗ RRT സംഘം 8 പേരുള്ള 10 ടീമുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവരാണ് ഈ ദൗത്യം ഇപ്പോൾ ഏകോപിപ്പിക്കുകയും അത് പല മേഖലകളിലാണ്. അനീഷ്, ഇപ്പോഴും ദൗത്യം തുടരുകയാണോ? ഈ RRT സംഘത്തിന് അംഗത്തെ ആക്രമിച്ചുവെങ്കിലും മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആ ദൗത്യം നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ RRT സംഘത്തിന് ആക്രമണം ഉണ്ടായ ആ മേഖലയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. കാരണം മറ്റു മേഖലയിൽ നിന്നൊക്കെയുള്ള RRT സംഘങ്ങളെ അവിടേക്ക് മാറ്റിയിരുന്നു. കാരണം ഈ ആനയെ കണ്ടുപിടിക്കാനായാണ് തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ആ ആനയെ ആ കടുവയെ അവിടെ കണ്ടെത്തിയെങ്കിൽ പിന്നീട് ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന ഒരു രീതിയിലേക്ക് തെരച്ചിൽ മാറും. കുങ്കിയാനെ എത്തിച്ചിരിക്കുന്നതും ഇതേ മേഖലയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തെരച്ചിൽ കൂടുതൽ നേരത്തെ RRT സംഘത്തിന് അക്രമത്തിൽ പരിക്കേറ്റ ഈ കടുവയുടെ അക്രമത്തിൽ പരിക്കേറ്റ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും നമുക്ക് നാട്ടുകാരോടൊക്കെ തന്നെ ചോദിക്കാം. ഈ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കും എന്നുള്ള വിശ്വാസം തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പുതിയ സന്നാഹങ്ങളൊക്കെ വരികയാണ്. നമുക്ക് ഈ മേഖലയിലേക്കാണ് കേന്ദ്രീകരിച്ചത് ഇപ്പോൾ, അല്ലേ? ഇവിടത്തേക്ക് വരുമ്പോ പിന്നെ നമുക്ക് ചെറിയ ഭീതിയുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ആശ്വാസം നമുക്ക് ഇപ്പോ നിലവിൽ RRT സംഘത്തിന് പരിക്കേറ്റ മേഖലയിലേക്ക് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ അത് കയറി, നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പരിക്കേറ്റത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് സഹകരിച്ച് ജനത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. അതാണ് ആളുകളുടെ ഒരു പ്രതികരണം. ഈ കൂടുതൽ സംവിധാനങ്ങൾ തെരച്ചിലിനെ സഹായകരമാക്കും. അതായത് കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്നത് തെരച്ചിലിന് ഗുണകരമാവും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കുങ്കിയാനയെ ഇപ്പോൾ അല്പസമയത്തിനകം ആ വാഹനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങും. ആ വാഹനത്തിലെ കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനുശേഷം കാട്ടിലേക്ക് കുങ്കിയാനയുമായി ഉദ്യോഗസ്ഥർ പോകും. എന്തായാലും കൂടുതൽ കേന്ദ്രീകരിച്ച ഒരു തെരച്ചിലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. 3 ഇടങ്ങളിലാണ് ഇതിനകം തന്നെ കടുവയുടെ സാന്നിധ്യം പ്രകടമായിരിക്കുന്നത്. ആദ്യം ഈ രാധ എന്ന സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ ആ സ്ഥലത്താണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. ഈ മരിച്ച് അല്ലെങ്കിൽ ആക്രമിച്ച് കൊന്ന ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 മണിയായപ്പോൾ ആ സ്ഥലത്ത് വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. കടുവയെ നേരിട്ട് കണ്ടു എന്നൊരാൾ ആദ്യ ദിനം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് പഞ്ചാരക്കൊല്ലിയിലെ നൌഫൽ എന്നയാളുടെ വീടിന്റെ പിൻവശത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം തുണി വിരിക്കാനായി എത്തിയപ്പോഴാണ് വീടിന്റെ മുകൾ ഭാഗത്തായി